ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ നന്ദുടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള പ്ലേസ് ഞാൻ പറയാമല്ലോ, മനുശ്ശേരിയിലാണുള്ളത്. മനുശ്ശേരി എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലാണുള്ളത്. അതുകൊണ്ട് കുറച്ച് മുടിയെല്ലാം മുറിച്ച് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഹാപ്പി മൂഡിലാണ്. ഗൈസ്, വേറെ ഒന്നല്ല, നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. നമുക്ക് നാട്ടിൽ പോയിട്ട് വിശദമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അൺബോക്സ് കണ്ടിട്ട് നിങ്ങൾ വരാം. ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. തശോം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഫയർബോൾട്ടിൻ്റെ സ്മാർട്ട് വാച്ച്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റിക്കറെല്ലാം പറിച്ച് കളയാം. ഓൾറെഡി പറിച്ച് കളയാം. ഓക്കെ, അടിപൊളിയാണ് സാധനം. ഓക്കെ, കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയർബോൾട്ട് അടിപൊളി സാധനമാണ്. ഫസ്റ്റ് തന്നെ ഒരു ബോക്സും വരും. ഇതാണ് സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. സ്പോർട്സ് മോഡ് ഉണ്ട്. SpO2 മോണിറ്ററിങ് ഉണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാമറ കൺട്രോള്, മ്യൂസിക് കൺട്രോള്, മൾട്ടി വാച്ച് ഫേസസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ വരും, വെതർ അപ്ഡേറ്റ് വരാം, ലോങ് ലൈഫ് ബാറ്ററി വരുന്നുണ്ട്. പിന്നെ മാനുഫാക്ചറിങ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രെയിനിങ് മോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ, QR സ്കാൻ കോഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫയർബോൾട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോക്സ് നമുക്ക് ഊരാം. ഓക്കെ, ബോക്സ് ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. കുഴപ്പമില്ല. ഫയർബോൾട്ടിന് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടൊരു ബോക്സാണ്. ആ ബോക്സ് നമുക്ക് എന്തായാലും തുറക്കാം. കുറച്ച് പണിയാണ്. ഓക്കെ, തുറന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ വാച്ചാണ് കാണാം. വാച്ച് എടുക്കാം നമുക്ക്. ഓക്കെ, വാച്ച് നമ്മളടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, വാച്ച് നമുക്ക് അങ്ങോട്ടേക്ക് വെക്കാം. കുഴപ്പമൊന്നുമില്ല, അടിപൊളി നല്ലൊരു ഇൻ്റർഫേസാണ് വരുന്നത്. പക്ഷേ ഇവളാന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൻ്റെ മേലത്തത് മാറ്റി വെക്കാം. അപ്പോൾ മാറ്റി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങൾ കിട്ടും. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഒരു ബുക്കാണ് കിട്ടുക. ബുക്ക് കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെയാണ് മാനുവൽ ബുക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാർഡ്സ് കിട്ടും. മാനുവൽ ബുക്ക് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഈ ബുക്കാണ് കിട്ടുക. നമ്മുടെ ധോണിയാണ് അംബാസിഡർ. ഫയർബോൾട്ടിൻ്റെ ഇന്ത്യാസ് നമ്പർ 1 സ്മാർട്ട് വാച്ച് ബ്രാൻഡാണ്. നല്ല അടിപൊളി കമ്പനിയാണ്. നമ്പർ 1 അടിപൊളി സ്മാർട്ട് വാച്ചാണ്. പിന്നെ കുറച്ച് കാർഡ്സ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടാവും. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു കാർഡാണ്. ഇത് സർപ്രൈസ് ഹോൾ യുവർ ഫ്രീ മൂവി ടിക്കറ്റ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാർഡാണ്. അവരുടേതായിട്ടുള്ള എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് ഒരു സ്മാർട്ട് വാച്ചിലും ഇങ്ങനത്തെ ഫാസ്റ്റ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവർ തരില്ല. പക്ഷേ ഇതിനകത്ത് 5 വോൾട്ട് ബേസിക് എന്ന് പറഞ്ഞിട്ട് അവരൊരു കാർഡ് തന്നിരുന്നു. ഡു നോട്ട് യൂസ് ചെയ്യരുത്, ഫാസ്റ്റ് അഡാപ്റ്റർ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കാർഡ് കാര്യങ്ങളെല്ലാം QR സ്കാൻ ചെയ്തിട്ട് ആപ്പിൽ നമുക്ക് പല സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. സ്പോട്ടിഫൈ അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വാച്ച്. നല്ലൊരു കയ്യിലൊതുങ്ങിയ വാച്ച് തന്നെയാണ്. കാർഡ് കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കണം. പിന്നെ കേബിൾ വയർ വരുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, മാഗ്നറ്റിക് ആണ് വരുന്നത് കേബിള്. കുഴപ്പമില്ല, ഞാൻ ആദ്യമായിട്ടാണ് മാഗ്നറ്റിക് ചാർജർ യൂസ് ചെയ്യുന്നത്. അടിപൊളി വാച്ചിലേക്ക് ഇത് കിടക്കാം. സ്റ്റിക്കർ പറിച്ച് കളയുകയാണ്. പിന്നെ ഇത് കുറച്ച് സമയം നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ എന്തായാലും നാട്ടിൽ പോയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ മോനെ ലുക്ക് അടിപൊളിയാണ്. കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലാണ് അത് ഏറ്റവും കൂടുതൽ ലുക്ക് നമുക്ക് കാണാൻ പറ്റുക. അല്ലാതെ അല്ല, അടിപൊളി ലുക്കിൽ നമുക്ക് കാണണമെങ്കിൽ. പക്ഷേ ഇപ്പോൾ ചാർജിലിട്ടാലേ ആവുള്ളൂ. ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ നാട്ടിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. വാച്ച് ഇതാണ്, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. കയ്യിൽ ഒതുങ്ങുന്നതും അതേപോലത്തെ മാഗ്നറ്റിക് ഇവിടെയാണ് വരുന്നത്. ഇതും പറിച്ച് കളയാം. ഓക്കെ, അതും പറിച്ച് കളഞ്ഞു. അടിപൊളി. പേര് എഴുതിയിട്ടുണ്ട്. നൈസ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.